ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗബ്രൂട്ടന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ ഓണമൊക്കെ ഇല്ലേ വരാൻ പോകും. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പ്രിൻസിനും പ്രിൻസിക്കും ഞങ്ങൾ പോയി നേരത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻസിയുടെ ബർത്ത്ഡേ അന്ന് പ്രിൻസിനും പ്രിൻസിക്കുള്ള ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല, നമ്മുടെ ഗബ്രൂട്ടന് വേണ്ടി അന്ന് എടുക്കാൻ പറ്റില്ല. കാരണം പ്രിൻസിക്ക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമൊക്കെ ഇത് ഓണത്തിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോഴോട്ട് പോകാനേ നമുക്ക് പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. കടകളിലൊന്നും കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ കൂടുതലും വലിയവർക്കുള്ള തുണികൾ കൂടുതലും നമ്മൾ എടുക്കുന്നത് തുപ്പാശ്ശേരിയിൽ നിന്നാണ്. പിന്നെ ഗബ്രൂട്ടനുള്ള ഡ്രസ്സ് എടുക്കുന്നത് നമ്മൾ ബേബി മാളിലാണ്. അപ്പോൾ അതുകൊണ്ട് ബേബി മാളിൽ അത്രയും അങ്ങോട്ട് കുട്ടികളുടെ ഇതായതുകൊണ്ട് വലിയ തിരക്ക് വരത്തില്ല. പക്ഷേ തുപ്പാശ്ശേരിയിൽ അങ്ങനെയല്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മളാണെങ്കിൽ പ്രിൻസിനും പ്രിൻസിക്കുള്ള ഡ്രസ്സ് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രൂട്ടിൻ്റെ ഡ്രസ്സ് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നാണെങ്കിൽ നമ്മുടെ ബേബി മാളിൽ വന്നിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുണ്ട്. അതായത് ഗബ്രൂട്ടിന് മുണ്ട് വേണം എന്നുള്ളതായിരുന്നു. ബാക്കിയുള്ള ഡ്രസ്സെല്ലാം ഇരിപ്പുണ്ട്, ഒരുപാട് പേര് വാങ്ങിച്ചെന്നത് നമ്മൾ എടുത്തതൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഗബ്രൂട്ടിന് ഇതുവരെയും മുണ്ടും ഷർട്ടുമായിട്ട് നമ്മൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കോമ്പോയിൽ മുണ്ടും ഷർട്ടും എടുക്കാമെന്ന് വിചാരിച്ചു. ഓണമില്ല, അപ്പം ഓണത്തിന് മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഇങ്ങനെ നമ്മുടെ ഗബ്രൂട്ടിനെ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പം കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഫുൾ കൈ വേണ്ടാത്തതും, ഫുൾ കൈക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഫുൾ കൈ അധികം വേണ്ടാത്തത് കൊണ്ട് നമ്മളാണെങ്കിൽ ഹാഫ് കൈ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി, കുട്ടികൾക്കൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ അവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു, വൈറ്റും അതായത് നമ്മുടെ മുണ്ടും ഈ ഒരു ബ്ലാക്ക് ഷർട്ടും നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ നോക്കുവാണ് അടുത്ത് എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. അതെന്തായാലും സെലക്ട് ചെയ്ത് വെച്ചു. ഫുൾ സ്ലീവ് ആണെങ്കിലും നോക്കുകയാണ് നല്ലത് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അപ്പം നോക്കിയ സമയത്താണ് നമുക്കൊരു പീക്കോ കളറിലുള്ളൊരു ഷർട്ട് കിട്ടിയത്. ഫുൾ സ്ലീവ് ആണത്, കൊള്ളാം, നല്ല കളറും നല്ല ഷർട്ടും. മുണ്ടിൻ്റെ കൂടെ വെച്ച് നോക്കിയപ്പോഴും നല്ല അടിപൊളി കിടുക്ക് ലുക്ക്. അങ്ങനെ നമ്മൾ അതെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഗബ്രൂട്ടിന് ചെരുപ്പില്ല. അങ്ങനെ നമ്മൾ ചെരുപ്പും കൂടെ എടുത്തു. ഗബ്രൂട്ടിന് മൂന്നാർ പോകുന്ന സമയത്ത് ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചെറുതായിപ്പോയി, വളർന്നുകൊണ്ടിരിക്കില്ലേ, അതിൻ്റെ ആയിരിക്കാം. അതുകൊണ്ട് കുറച്ച് വലിയ സൈസ് ചെരുപ്പ് നമ്മൾ നോക്കിയത്. എന്തായാലും നമ്മുടെ ഗബ്രൂട്ടിന് പറ്റിയ സൈസിലുള്ള ചെരുപ്പ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെരുപ്പെടുത്തതിന് ശേഷം നേരെ നമ്മൾ അവിടുന്ന് പോയെന്ന് വെച്ചാൽ ടോയ്സ് എടുക്കാൻ വേണ്ടിയാണ്. കാരണം ഗബ്രൂട്ടിന് ടോയ്സും ഒന്നുമില്ല. കുറേ നാളായി നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്തിട്ട്. ഹോസ്പിറ്റൽ കേസും പൊള്ളലും ഈ വയ്യായികയൊക്കെ ആയത് കാരണം നമ്മളങ്ങനെ ഗബ്രൂട്ടിനൊന്നും മേടിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ എന്തായാലും 2 ടോയ്സ് മേടിക്കാൻ വന്നു. ഈ ഒരു ബോളും പിന്നെ നമ്മളാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിച്ച്. ഗബ്രൂട്ടിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചു. ഡോറ ആണെങ്കിൽ അന്നേരം ഒരു മൊബൈൽ കണ്ടു. ആ മൊബൈൽ എടുത്ത് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടി ഫാൻ കണ്ടു, നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ കറക്കുന്ന ഫാൻ കണ്ടു. അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഡോറ ഒരു ഇതിലെല്ലാം ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഡോറയ്ക്ക് വേണ്ടിയാണോ മേടിക്കുന്നത്, ഗബ്രൂട്ടിന് വേണ്ടിയാണോ മേടിക്കുന്നത് എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൺഫ്യൂഷനായിപ്പോയി. കാരണം ടോയ്സ് കണ്ടപ്പോൾ ഏറ്റവും കൂടെ പ്രാന്ത് കാണിച്ചത് ഡോറയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഡോറയ്ക്കാണോ ഗബ്രൂട്ടിനായിരുന്നു ഇത് വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് കളിക്കുക എന്നുള്ളത്. കണ്ടില്ലേ, ഇല്ല കൊച്ചു പിള്ളേരിരുന്ന് കളിക്കുന്നതാണ് അവളിരുന്ന് കളിക്കുന്നത്. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടത് കൂടുതലും ഗബ്രൂട്ടൻ തന്നെ കളിക്കുന്നത്. അങ്ങനെ ഡോറ ഇത് എടുക്കുന്നതെന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ പ്രതീക്ഷിച്ചത് മിക്കവാറും ഇത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഡോറയായിരിക്കും ഇത് സ്വന്തമാക്കുന്ന, ഗബ്രൂട്ടനായിരിക്കത്തില്ല എന്നുള്ളത്. എന്തായാലും മാറി ആ പ്രതീക്ഷ. നമ്മളങ്ങനെ വീട്ടിൽ എത്തി കേട്ടോ. വീട്ടിൽ എത്തിയപ്പോഴേ നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ അകത്തുനിന്ന് ഇറങ്ങി ഓടി വന്നേ. നമ്മള് അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. ചോദിച്ച നമ്മുടെ പ്രിൻസിന്റെയും ക്രിസ്റ്റീനയുടെയും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവര് ക്യാമറയിൽ എങ്ങനെ നിൽക്കാറില്ലാത്തോണ്ടാണ് കേട്ടോ. നമ്മൾ ഓണത്തിന്റെ പരിപാടിക്ക് എന്തായാലും കാണും. അപ്പൊ നമ്മുടെ ഗബ്രൂട്ടന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഗബ്രൂട്ടിന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഗബ്രൂട്ടേ, എന്തോ ഇത് കണ്ണ് കാണത്തില്ല. സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഗബ്രൂട്ടൻ പേടിച്ച്. എങ്ങനെയുണ്ട് ഗബ്രൂസേ? കുഞ്ഞാവ എങ്ങനെയുണ്ട്? ഗബ്രൂസേ എന്റെ പോത്തോട്ട് എങ്ങനെയുണ്ട് ഗബ്രൂസേ വാവ? അയ്യോ, അവയുടെ തൊപ്പി പോയി. അവയുടെ കവള് രണ്ടും ഭയങ്കരമായിട്ട് ചുവന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ ഗബ്രൂട്ടിന് മേടിച്ചതാണ്. വേണ്ട ഭാവിച്ചോടുണ്ട, എടി കൊണ്ടുകൂടി നിന്റെ തല്ലി പറഞ്ഞത്. 2 ബലൂൺ കിട്ടിയേ, അത് 2 നീ എടുത്തോ, ഒരെണ്ണം പ്രിൻസിനും എടുത്താ. ആ
ഇതാണ് ഗബ്രൂട്ടന് മെയിൻ ആയിട്ട് ഞങ്ങൾ മേടിച്ച toys. അത് നമുക്ക് പൊട്ടിച്ചു തരാമോ? ആ ഇനി വേണ്ട അടുത്തത്. ഹലോ വെച്ചേ, ഹലോ വെച്ചേ. അതൊക്കെ കണ്ടോ, മുഖമൊക്കെ പോകുന്നുണ്ടോ? ഇനി ഗബ്രൂച്ചേ ഇത് എങ്ങനെയുണ്ട്? മുടി ഇരിക്കുന്നു മോളെ. എങ്ങനെ ഒന്നും കൂടി കൺഫ്യൂഷൻ ആയിപ്പോയി. ഏത് വേണം? അതവിടെ അത് വേണ്ട. ചേച്ചിക്ക് കൊടുത്തു, ചേച്ചിക്ക് കൊടുത്തത് ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഇനി ഗബ്രൂച്ചിനാണെങ്കിലേ മുണ്ടെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത് ഓണത്തിന് എടുത്താൽ മതിയോ? ഞങ്ങളൊരു ട്രയൽ ചെയ്തിട്ട് നിങ്ങളെ ഞങ്ങൾ ഓണത്തിന് കാണിക്കാം. അതെ. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ പർച്ചേസ്. നമ്മുടെ ഗബ്രൂട്ടിന് കൂടുതലൊന്നുമില്ല. അത് നിങ്ങൾ കണ്ട പോലെ 2 ഷർട്ട്, 1 മുണ്ട്, പിന്നെ കുറച്ച് ടോയ്സ് മേടിച്ചിട്ട് കുറെ നാളുകൊണ്ട് നമ്മൾ ടോയ്സിന് മേടിക്കുന്നില്ല. കിളിക്കാൻ പെട്ടിയും അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്നത് അതൊന്നും അങ്ങനെ കളിക്കാറില്ല. അതിനിപ്പോ കൂടുതലും പ്ലേറ്റും ഗ്ലാസും പാത്രങ്ങളെല്ലാം പാൽക്കുപ്പിയുടെ അടപ്പ് കാണുന്നില്ല, പേന കാണുന്നില്ല, ക്യാമറയുടെ നമ്മുടെ സ്പൂണുകള്, പിന്നെ നമ്മുടെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്ന ക്യാമറയുടെ സ്റ്റിക്കുകൾ ഇവിടെ കാണാതെ പോകുന്നുണ്ട്. കാൽത്തള്ള ഒരെണ്ണം കൊണ്ട് ഞാൻ കളഞ്ഞു, കാൽത്തള്ള പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാം ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഗബ്രൂട്ടിന് വേണ്ടത്. ബൈ ബൈ. പോലെ കുഞ്ഞിത്തല ഇതുപോലെ ചെറിയ തലയായിരുന്നു ഗബ്രൂച്ചിന്റെ. എങ്ങനെയാ ഗബ്രു ഇതാ കൺഫ്യൂഷൻ ആയി. ഇവിടെ കിടത്തട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചെറിയ കുടുംബത്തിന്റെ അതായത് കൊച്ചു കുടുംബത്തിന്റെ കൊച്ചു സന്തോഷങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടാ എടുത്ത് നിലത്തിട്ട് പാവേനെടുത്ത് നിലത്തിട്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും